വളരെ പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നു കണ്ണൂരിൽ നിന്നും, തലശ്ശേരി കോടതിയിൽ നിന്നും. കണ്ണൂർ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം, 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം. 11ാം പ്രതി പ്രദീപന്റെ ശിക്ഷ 8 പ്രതികൾക്കാണ് ജീവപര്യന്തം. പതിനൊന്നാം പ്രതി പ്രദീപന് 3 വർഷം കഠിന തടവാണുള്ളത്. പ്രദീപന്റെ ശിക്ഷ മാത്രമാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. 8 പ്രതികൾക്ക് 9 പേരെയാണ് കുറ്റക്കാരെന്ന് കോടതി വിധിച്ചത്. അതിൽ 11ാം പ്രതി പ്രദീപന് 3 വർഷം കഠിന തടവ് എന്നുള്ളതാണ്. ബാക്കിയുള്ള 2 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരൻ അടക്കമുള്ള 8 പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ. നിഖിൽ, ശിക്ഷയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? സൂരജ് വധക്കേസിലെ 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 2ാം പ്രതി ടി കെ രജീഷ്, തുടർന്ന് 3 മുതൽ അങ്ങോട്ടുള്ള പ്രതികളായ NV യോഗേഷ്, കെ ഷംജിത്ത്, PM മനോരാജ്, N സജീവൻ, V പ്രഭാകരൻ, KV പത്മനാഭൻ, M രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ്. ഇതിൽ അവസാനത്തെ 3 പേർ V പ്രഭാകരൻ, KV പത്മനാഭൻ, M രാധാകൃഷ്ണൻ ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർക്കും ജീവപര്യന്തം തടവ് തന്നെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ 11ാം പ്രതിയായ പ്രദീപ് പുതിയപുരയിൽ, പ്രദീപിന് 3 വർഷം കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രദീപ് ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതാണ് പ്രദീപിനെതിരെ തെളിഞ്ഞിരുന്ന കുറ്റം. അങ്ങനെ സൂരജ് വധക്കേസിലെ 9 പ്രതികളാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അതിൽ 8 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഒരു പ്രതിക്ക് 3 വർഷം കഠിന തടവ് എന്നുള്ളതാണ്. ഈ ജീവപര്യന്തത്തിന് പുറമെ മറ്റ് വകുപ്പുകൾ പ്രകാരം 2 വർഷവും 3 വർഷവും ഒക്കെ തടവ് ശിക്ഷ കൂടി ഉണ്ട്. ഒപ്പം പിഴയും വിധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷമാണ് ലഭിക്കുക. ഏതായാലും 2005 ഓഗസ്റ്റ് 7 നടന്ന കൊലപാതകമാണ്. ആ കേസിൽ 19 വർഷം പിന്നിട്ട് 20ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലെ പ്രതികളായ ടി കെ രജീഷ്, 2ാം പ്രതിയായ ടി കെ രജീഷ് TP കേസിൽ അറസ്റ്റിലാവുന്നു. പിന്നീട് അവിടെ ഒരു കുറ്റസമ്മതം നടത്തുന്നു, താൻ ഈ സൂരജ് വധക്കേസിൽ പ്രതിയായിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് ഈ കേസിൽ വീണ്ടും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ 2ാം പ്രതിയായ ടി കെ രജീഷ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് 5ാം പ്രതിയാണ് ഈ കേസിൽ. ഇവരുൾപ്പെടെയുള്ള പ്രതികളെയാണ് 8 പ്രതികളെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ജീവപര്യന്തമാണ് ഇവർക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. 12 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ, 1ാമത്തെയും 12ാമത്തെയും പ്രതി ഈ വിചാരണ നടക്കുന്ന വേളയിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഒരു 10ാം പ്രതിയെ കുറ്റമുക്തനാക്കുകയും അയാൾ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 9 പ്രതികളിലേക്ക് എത്തുന്നത്. 9 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത്. അതിലാണ് 8 പേർക്കും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ കുഴപ്പം സൃഷ്ടിച്ച കേസ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPIM വിട്ട് BJPയിലേക്ക് ചേരുന്നു. BJPയിലെ പ്രവർത്തനം തുടങ്ങി 9 മാസം പിന്നിടുമ്പോഴേക്കും സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഓട്ടോറിക്ഷയിലെത്തി അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയ കേസാണ്. നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് 6 പ്രതികൾക്ക് ജീവപര്യന്തം കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കൂടി ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പറയാം. ഇതിൽ 2 മുതൽ 8 വരെ പ്രതികൾക്ക് 9 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അതുകൂടാതെ 2 മുതൽ 6 വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം 2 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്.
മാത്രമല്ല പിഴ സംഖ്യ മരിച്ച സൂരജിൻ്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 11-ാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ 1-ാം പ്രതിയെ കുറ്റക്കാരനെന്ന് അറിഞ്ഞിട്ടുകൂടി ഒളിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച വിധി തന്നെയാണോ? ഒരു പ്രതീക്ഷിച്ച വിധി തന്നെയാണോ ഇത്? തീർച്ചയായും വിധിയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നീണ്ട 20 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിന്യായം കിട്ടിയിട്ടില്ല, വിധി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സാക്ഷികൾ കൂറുമാറിയ കേസ് കൂടിയായിരുന്നു. അതായത് ഇതിൽ മരണപ്പെട്ട സൂരജിൻ്റെ ഉറ്റ സുഹൃത്ത് 21-ാം സാക്ഷിയായിരുന്ന അനിൽകുമാർ, അദ്ദേഹമായിരുന്നു 6 മാസം ചികിത്സയിലുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹം വരെ ഈ കേസിൽ കൂറുമാറിയ ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു പ്രശാന്ത്, ഈ ഒന്നിച്ചുണ്ടായിരുന്ന കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത്, അവരും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. പിന്നെ നിയമത്തിൻ്റെ പരിധിയിൽ എല്ലാവരും തുല്യരാണ്. നിയമം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കാരണം രാഷ്ട്രീയ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം. നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന സാഹചര്യം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, കഴിഞ്ഞ 5-8 വർഷമായിട്ട് കൊലപാതകങ്ങൾക്ക് ഒഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും ഒരേ ശിക്ഷ തന്നെ കിട്ടുന്നതും അപൂർവമല്ലേ? അല്ല, കൊലപാതകത്തിൻ്റെ അതേ ശിക്ഷ, നിയമപരമായിട്ട് കൊലപാതക കുറ്റത്തിനുള്ള അതേ ശിക്ഷയാണ് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കും കിട്ടേണ്ടത്. കാരണം ഗൂഢാലോചന കുറ്റം വളരെ രേഖാമൂലവും മറ്റ് സാക്ഷിമൊഴികൾ മൂലവും ഈ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവുമുള്ള പ്രതികളുടെ കോണ്ടാക്ട്, സബ്സിക്വൻറ്റ് കോണ്ടാക്ട് ആൻഡ് ബിഫോർ കോണ്ടാക്ട്, അതുമൂലം കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അപ്പോൾ കൊലപാതക കുറ്റം ചെയ്തതിനുള്ള അതേ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയവർക്കും നിയമം അനുശാസിക്കുന്നത്. അത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഞാനിതിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട 2 വസ്തുത ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ്. കേസ് ആദ്യം അന്വേഷിച്ച കെ ദാമോദരൻ, അന്ന് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം സിറ്റി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യ കുറ്റപത്രത്തിൽ 2 പേരെ കൃത്യമായിട്ട് കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി. അതിനുശേഷം 2012 നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ACP ശ്രീ രത്നകുമാർ, അദ്ദേഹം മാസം റിട്ടയർ ആവുന്നതാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ 5 പ്രതികളെ അറസ്റ്റ് ചെയ്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ രത്നകുമാറാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഇത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ്. അതായത് ഈ കേസിൽ 20 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. അപ്പം ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഈ വിധി അനന്തമായി നീളുന്ന സാഹചര്യം എത്രത്തോളം? എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ? അതായത് 2010 ഈ കേസ് വിചാരണയ്ക്ക് വന്നതായിരുന്നു. പക്ഷെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് വിചാരണ നീണ്ടുപോയി. തുടർന്നാണ് 2012 ഇതിൽ 2-ാം പ്രതി രജീഷിൻ്റെ കുറ്റസമ്മത മൊഴി TP ചന്ദ്രശേഖരൻ കേസിൽ നിന്ന് വരുന്നത്. അതിനെ തുടർന്നാണ് ഇതിൽ തുടരന്വേഷണം നടത്തിയതും ആദ്യ കുറ്റപത്രത്തോടൊപ്പം എക്സിബിറ്റ് P37 രേഖയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച 2 പ്രതികളെ കണ്ടെത്താനുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ സ്ഥാനത്ത് അവരെ ചേർത്തത്. പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അനന്തമായി നീളുന്ന 2 കാര്യങ്ങളുണ്ട്. ഈ പ്രോസിക്യൂഷൻ എനിക്ക് സഹായകമായത് ഈ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ്. ആദ്യ അന്വേഷണത്തിൻ്റെ മികവ് തന്നെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനെ സഹായിച്ചത്. ഈ അമ്മയുടെ ഒരു ഹർജി കൊണ്ടാണല്ലോ താങ്കൾ ഈ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഈ കേസിലേക്ക്, ആ സാഹചര്യം എന്തായിരുന്നു? അതായത് 2024 ഈ കേസ് വിചാരണയ്ക്ക് വന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട സൂരജിൻ്റെ അമ്മ ബഹുമാനപ്പെട്ട സർക്കാരിൽ ഒരു ഹർജി നൽകി. സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും
ഹൈക്കോടതി സർക്കാരിനോട് ഇതിൽ അവരുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമായിരുന്നു. അതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ എന്നെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയോഗിച്ചിരിക്കുന്നത്. എനിക്കുള്ള എല്ലാ സഹായങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു. അതിന് ഞാൻ നമ്മുടെ സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണമാണ് കണ്ടത്. സാക്ഷികൾ കൂറുമാറിയതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. കണ്ണൂരിലെ വളരെ പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. സൂരജ് വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. നമുക്കറിയാം ഈ കേസിൽ വഴിത്തിരിവായത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി TK രജീഷിന്റെ കുറ്റസമ്മത മൊഴിയാണ്. അതിന് പിന്നാലെയാണ് രണ്ടുപേരെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ ഈ കേസിലെ 5ാം പ്രതിയാകുന്നതൊക്കെ അതിനുശേഷമാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ തുടരുകയാണ്. നിഖിൽ, വളരെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതക കേസാണ് സൂരജ് വധക്കേസ്. അതിലാണിപ്പോൾ 8 പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ നിന്ന് പറഞ്ഞതുപോലെ സാക്ഷികൾ പലരും കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു 20 വർഷത്തോടടുക്കുകയാണ് ഈ നിയമ പോരാട്ടം. പക്ഷേ കൃത്യമായി പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ, അതിൽ സംതൃപ്തരാണ് എന്നാണിപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ കേസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അതെങ്ങനെയാണ് നിഖിൽ അളവൂർ? ലക്ഷ്മി പത്മ, തീർച്ചയായും ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തന്നെ നിരവധി സങ്കീർണതകൾ നിറഞ്ഞ ഒരു വിചാരണ ഘട്ടം കൂടിയായിരുന്നു ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷികളുടെ, നിർണായകമായ സാക്ഷികളുടെ മൊഴിമാറ്റം തന്നെയായിരുന്നു. അങ്ങനെ ഈ സൂരജിൻ്റെ ഉറ്റ സുഹൃത്തുൾപ്പെടെ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം നിയമപരമായി കോടതിയിൽ മറ്റ് തെളിവുകളൊക്കെ നിരത്തി അതിജീവിച്ച് തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം, നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ഈ കേസ് ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ 2 പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് TP കേസിൽ രജീഷ് പിടിയിലാകുന്നതും രജീഷ് കുറ്റസമ്മതം നടത്തുന്നതും. ആ കുറ്റസമ്മതം നടത്തുമ്പോഴാണ് ഇപ്പോഴത്തെ കണ്ണൂർ ACP TK രത്നകുമാർ ഈ കേസിലെ 5 പ്രതികളായ TK രജീഷിനെയും ഒപ്പം തന്നെ മനോരാജിനെയും അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നു. പിന്നീട് ഇതിൻ്റെ വിചാരണ ഘട്ടങ്ങളിലേക്ക് വീണ്ടും കടക്കുകയാണ്. അതിനിടയിലാണ് ഈ സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ കൃത്യമായി ഈ നിയമപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. തെളിവുകൾ കൃത്യമായി സമ്പാദിക്കാനും കോടതിക്ക് മുന്നിൽ എത്തിക്കാനും സാധിച്ചു. അതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു വിധിയിലേക്ക് എത്തുന്നത്. ഈ കേസിൻ്റെ പശ്ചാത്തലത്തേക്ക് നമ്മൾ ഒന്നുകൂടി പോകുമ്പോൾ 2005 ഓഗസ്റ്റ് 7-നാണ് ഈ സംഭവം നടക്കുന്നത്. 5 പേർക്കെതിരെയാണ് 2005 ഓഗസ്റ്റ് 7-നാണ് ഈ കേസ് നടക്കുന്നത്. ഇതിൻ്റെ കാരണമായി പറയുന്നത് ഈ CPIM വിട്ട് BJP-യിലേക്ക് ചേരുന്നു സൂരജ്. അവിടെ നിന്ന് 9 മാസം കഴിയുമ്പോൾ സൂരജ് ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇതിനു മുന്നേയും ഇത്തരത്തിൽ സൂരജിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ പോകുന്നു. ഈ ചികിത്സ കഴിഞ്ഞ് മറ്റൊരു കാര്യം നിഖിൽ ചോദിക്കാനുള്ളത്, CPM വിട്ട് BJP-യിൽ പോയതിനാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഇതിൽ പ്രതികളാക്കപ്പെട്ടവർ CPM പ്രവർത്തകരല്ലേ? അപ്പോൾ ഇവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒപ്പം MV ജയരാജനൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, നിരപരാധികളായ ആളുകൾ സൂരജ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ള കാര്യം. തുടർന്നും പാർട്ടിയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? കണ്ണൂർ CPM ഈ കേസിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് നിഖിൽ? CPM-ന്റെ നിലപാട് ഇക്കാര്യത്തിൽ. അതുമാത്രമല്ല, CPM പ്രവർത്തകരും ഇത്തരത്തിൽ ഈ പ്രതികൾക്ക് വിചാരപരമായ ഒരു പിന്തുണ നൽകുന്ന കാര്യങ്ങളാണ് ഈ വിധി വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇവർക്ക് അനുകൂലമായ നിലപാട് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ CPM പ്രവർത്തകർ അതിന് കൃത്യമായി അവരുടേതായ ചില വാദങ്ങളൊക്കെ ഉയർത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അറിയിക്കുന്നത്. CPM നേതൃത്വം, കണ്ണൂർ ജില്ലാ നേതൃത്വം ഏതായാലും നിയമപരമായി ഇവർക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.
കണ്ണൂർ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം MV ജയരാജന്റെ വാക്കുകളിലും അതുതന്നെയായിരുന്നു. നിരപരാധികൾ പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് CPM-ന്റെ വികാരം. ഇതിനകത്ത് പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള കൃത്യമായ പിന്തുണ കിട്ടി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഓർക്കണം, PM മനോജിന്റെ, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോജ് നാരായണൻ കേസിൽ 5-ാം പ്രതിയാക്കപ്പെട്ട് കുറ്റക്കാരനായിരിക്കുമ്പോൾ പോലും അത്തരത്തിൽ ഒരു സഹായം എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിൽ നിന്നും കിട്ടി എന്നത് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടെന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം എന്ന് തോന്നുന്നു നിഖിൽ. തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയപരമായി CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി വരുന്നു. അതിനെ തുടർന്ന് രജീഷിനെയും മനോരാജിനെയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകുന്നു. പിന്നീട് അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം വലിയ രീതിയിൽ ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞത് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതികമായ തടസ്സങ്ങൾ തന്നെയാണ് ഈ കേസിന്റെ വിധി ഇത്രയും ഈ 20 വർഷത്തോളം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും. നേരത്തെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ നിലപാട് എല്ലാ ഘട്ടങ്ങളിലും എടുത്തു. ആദ്യം ഈ കേസ് അന്വേഷിച്ച CI ആവട്ടെ K ദാമോദരൻ, അദ്ദേഹം കൃത്യമായി 2 പ്രതികളെ ഈ കേസിൽ ഇനിയും പിടികൂടാനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ്. അവരെ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ രജീഷിലേക്കും മനോരാജിലേക്കും അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ TP കേസിൽ രജീഷ് പിടിയിലാകുന്നതും ആ കേസിൻ്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഇത്തരത്തിൽ മുഴപ്പിലങ്ങാട് സൂരജിനെ വധിച്ച കേസിലും താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതും. തീർച്ചയായും TK രജീഷിന്റെ ആ മൊഴി തന്നെയാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായത്. പ്രമാദമായ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലാണ് 8 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വളരെ പ്രമാദമായ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസാണ്. 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 11-ാം പ്രതി പ്രദീപന് 3 വർഷം കഠിന തടവാണ്. കേസിലെ 5-ാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുമായ PM മനോജിന്റെ സഹോദരൻ മനോരാജിന് ജീവപര്യന്തം ശിക്ഷ ഉണ്ട്. ഈ കൂട്ടത്തിൽ മനോരാജ് 5-ാം പ്രതിയാണ്. കൊലപാതകം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷാവിധി എന്നുള്ളത് ഓർക്കണം. CPIM വിട്ട് BJP-യിൽ ചേർന്ന സൂരജിനെ കൊന്നത് 2005 ഓഗസ്റ്റ് 7-നാണ്. വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ.